نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث حديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما وارزقوهم فيها وقسوهم وقولوا لهم قولا معروفا. വിശ്വാസിനികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസികളെ ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർപ്പിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റ് എല്ലാ മേഖലയിലും എന്നതുപോലെ ഇസ്ലാം സാമ്പത്തിക രംഗത്ത് സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും കൃത്യമായ ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന മതമാണ്. സമ്പത്തിന്റെ സമ്പാദനം, വിനിമയം, വിനിയോഗം, വിതരണം, ഈ എല്ലാ മേഖലയും സംശുദ്ധമായിരിക്കണം, കൃത്യമായിരിക്കണം എന്ന് ഇസ്ലാം വിശ്വാസികളോട് ആവശ്യപ്പെടുന്നു. ധനം എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹു തൻ്റെ അടിമകൾക്ക് നൽകുന്ന അപാരമായ ഒരു അനുഗ്രഹമാണ്. ഇഹലോകത്ത് മനുഷ്യർക്ക് അള്ളാഹു കൽപ്പിച്ചു നൽകിയിരിക്കുന്ന രണ്ട് അലങ്കാരങ്ങൾ, അതിലൊന്ന് അള്ളാഹു എടുത്തു പറഞ്ഞത് സമ്പത്താണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ 46-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. മാലും അതേപോലെ തന്നെ ബനൂൻ മക്കളും, അഥവാ സമ്പത്തും മക്കളും അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ദുനിയാവിന്റെ രണ്ട് അലങ്കാരങ്ങളിൽപ്പെട്ടതാണ്. നല്ല മക്കളുണ്ടാവണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതുപോലെ ആഗ്രഹിക്കുവാൻ വേണ്ടി അനുവദിക്കപ്പെട്ട ഒന്നാണ് നല്ല സമ്പത്തുണ്ടാവുക എന്നുള്ളത്. അത് ഇസ്ലാം ഒരു തെറ്റായി കാണുന്ന കാര്യമല്ല എന്നർത്ഥം. പക്ഷെ ആ സമ്പത്ത് നല്ലതായിരിക്കണം, മക്കളുടെ വിഷയത്തിൽ നല്ലതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എത്ര സംശുദ്ധമാണോ അതുപോലെ കൃത്യമായ നിലപാടായിരിക്കണം സാമ്പത്തിക രംഗത്തും ഒരു വിശ്വാസി വെച്ച് പുലർത്തേണ്ടത്. നല്ല സമ്പത്തുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി അധ്വാനിക്കുന്നത്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് ധനം, സമ്പത്ത് അനിവാര്യമാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന
വിവേകിയാണ് യഥാർത്ഥ വിശ്വാസി. അവന്റെ സമ്പത്ത് ഇഹലോകത്തെയോ അല്ലെങ്കിൽ പരലോകത്തെയോ ഒരു ഗുണത്തിന് വേണ്ടിയല്ലാതെ ചെലവഴിക്കുവാൻ പാടില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു നാണയത്തുട്ട് നാം ചെലവഴിക്കുമ്പോൾ അതിലൊന്നുകിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കണം, അതല്ലെങ്കിൽ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കണം. ഇത് രണ്ടുമല്ലാതെ അല്ലാത്ത രീതിയിൽ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവരാണ് ആ വിഷയത്തിലെ അവിവേകി എന്ന് പറയുന്നത്. നമ്മുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ഒരിക്കലും തന്നെ വിവേകമില്ലാത്ത, വകതിരിവില്ലാത്ത ഒരാളെ ഏൽപ്പിക്കാനും പാടില്ല. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്തു നിസായിലെ 5-ാമത്തെ വാക്യം, വലാ തൂത്തു സുഫഹാ അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ വിവേകമില്ലാത്തവരെ, വിഡ്ഢികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കരുത്. അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, ഈ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ നിലനിൽപ്പിന് അനിവാര്യമായി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നിലനിൽപ്പിന് നമുക്ക് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് നമ്മുടെ സമ്പത്ത്. ആ സമ്പത്തിനെ നിങ്ങൾ അറിയാത്ത, അബദ്ധം ചെയ്യുന്ന ഒരാളെ ഏൽപ്പിക്കാൻ പാടില്ല. വർസുഖൂഹും, നിങ്ങൾ അവർക്ക്, ഭാര്യമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പറയുന്നത്, നിങ്ങൾ അവർക്ക് ഉപജീവനം നൽകുക. ഫീഹ വക്സൂഹും, അതിൽ നിന്ന് നിങ്ങൾ അവർക്ക് കുടിക്കാനും ധരിക്കാനും അഥവാ അണിയാനുള്ള വസ്ത്രവും നൽകുക. വഖൂലു ലഹും ഖൗലൻ മഅറൂഫ, അവരോട് നല്ല രീതിയിൽ നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുക. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നതാണ്. ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട്? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന വിശദീകരണം, ഇന്നല്ലാഹ കരിഹ ലക്കും സലാസ, അള്ളാഹു നിങ്ങൾക്ക് 3 കാര്യങ്ങൾ വെറുത്തിരിക്കുന്നു. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? കീൽ, ഏതൊക്കെയാണ് പ്രവാചകരെ അത് കാൽ വിശദീകരിച്ചു. ഇളാഅത്തുൽ മാൽ, ഒന്നാമത്തേത് കീല വക്കാൽ, ഒന്നാമത്തേത് കേട്ടതും കണ്ടതും പറയുക എന്നുള്ളത്. കീലയും കാലയും, കേട്ടതൊക്കെ പറഞ്ഞു നടക്കുക, ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാതെ, പറയേണ്ടതാണോ പറയാൻ പാടില്ലാത്തതോ ആണോ എന്ന് ചിന്തിക്കാതെ കണ്ടതും കേട്ടതും പറഞ്ഞു നടക്കുക. അത് അല്ലാഹു റസൂൽ വെറുത്തിട്ടുണ്ട്, അള്ളാഹ് വെറുത്തിട്ടുണ്ട്. രണ്ടാമത്തേതോ ഇളാഅത്തുൽ മാൽ, സമ്പത്തിനെ പാഴാക്കുക, ദുർവിനിയോഗം ചെയ്യുക, തെറ്റായ കാര്യങ്ങൾക്ക് ചെലവാക്കുക, അതിനൊരു ലിമിറ്റ് വെക്കാതിരിക്കുക. ഇളാഅത്തുൽ മാൽ, സമ്പത്തിനെ ദുർവ്യയം ചെയ്യലും അള്ളാഹു വെറുതിരിക്കുന്നു. വകസ്റത്തു സുആൽ, മൂന്നാമത്തേത് അനാവശ്യമായ ചോദ്യങ്ങൾ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, വഹ്യ് ഇറങ്ങുന്നതിനിടക്ക് നിങ്ങൾ വെറുതെ എന്നോട് ചോദ്യം ചോദിക്കരുത്. വഹ്യ് ഇറങ്ങുന്നതിനിടക്ക് ഇപ്പോ നിങ്ങൾ എല്ലാവരും നമസ്കരിക്കണം എന്ന് വഹ്യ് ഇറങ്ങിക്കൊണ്ടിരിക്കാന്ന് വെച്ചോ, ആ നമസ്കരിക്കുന്നതിനിടക്ക് നബിയെ എപ്പോഴും നമസ്കരിക്കണോ എന്നൊരാളോട് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് യെസ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിർബന്ധമായി. അപ്പൊ പിന്നെ അയാളുടെ ജീവിതം പ്രയാസകരമായി മാറും. അതുകൊണ്ട് കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വിശദീകരിച്ചു തരും. അതുവരെ അനാവശ്യമായി ചോദ്യം ചോദിച്ച് നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. ചില കുട്ടികളൊക്കെ ചില ക്ലാസ് എടുക്കുന്നതിനൊക്കെ ചോദിക്കും, സാറേ അധ്യാപകൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്നതൊക്കെ എഴുതണം, അതിന്റെ അപ്പുറത്ത് വേറെ കുറച്ച് വിശദമായി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് എഴുതാൻ വേണ്ടി സാറ് പറഞ്ഞിട്ടില്ല. അപ്പൊ ചില കുട്ടികളെ ചോദിച്ചു, സാറേ ഇതും എഴുതണം. അപ്പൊ ചില അധ്യാപകർ പറയും അന്ന് അത് എഴുതിക്കോ. അതോടുകൂടി ഈ ഒറ്റ ഒരുത്തന്റെ ചോദ്യത്തോടു കൂടി ബാക്കിയുള്ളവർക്കൊക്കെ ആവശ്യമില്ലാത്ത പണി കിട്ടി. ഇത് എല്ലാറ്റിലും സംഭവിക്കുന്നതാണ്, മതരംഗത്തുണ്ടാകും. അപ്പൊ ഇവിടെ കസ്റത്തു സുആൽ, അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാ. അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പാടില്ല, അത് അതുകൊണ്ട് പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞ ഇളാഅത്തുൽ മാല്, സമ്പത്ത് പാഴാക്കുക എന്നുള്ളത് ധൂർത്തിനെ അള്ളാഹുവും പ്രവാചകനും ശക്തമായി എതിർത്തു. വല്ലദീന ഇദാ അൻഫഖു, സൂറത്തുൽ ഫുർഖാനിലെ 67-ാമത്തെ ആയത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുമ്പോൾ പോലും, ധർമ്മം ചെയ്യുമ്പോൾ, ദാനം ചെയ്യുമ്പോൾ, ലം യുസ്രിഫു വലം യഫ്തറു, അവിടെ പോലും നിങ്ങൾ ധൂർത്ത് കാണിക്കാൻ പാടില്ല. ഏത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ദാനം ചെയ്യുമ്പോൾ പോലും ധൂർത്ത് കാണിക്കാൻ പാടില്ല, പിശുക്ക് കാണിക്കാനും പാടില്ല. വകാന ബൈന ദാലിക ഖവാമ, അതിനിടക്കുള്ള ഒരു മിതമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കുക. ചില ആളുകൾക്ക് ദേഹേച്ഛയുടെ പിന്നാലെ പോയിട്ട് എനിക്ക് അത് വാങ്ങണം, ഇത് ചെയ്യണം എന്നൽക്ക് ദേഹേച്ഛയുടെ പിന്നാലെ പോയിട്ട് ധനം ദൂർത്തടിക്കുന്നവരുണ്ട്.
നാട്ടാചാരത്തിന്റെ ഭാഗമായി അനാവശ്യമായ ആചാരങ്ങൾ സംഘടിപ്പിച്ചിട്ട് ധനം ദൂർത്തടിക്കുന്നവരുണ്ട്. പൊങ്ങച്ചത്തിന് വേണ്ടി ഓരൊക്കെ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ എങ്ങനെയാ മോശാവുക എന്ന് ചിന്തിച്ചിട്ട് ധനം ദൂർത്തടിക്കുന്നവരുണ്ട്. ഇതിനൊന്നും ഒരു വിശ്വാസി അടിമപ്പെടാൻ പാടില്ല. സമ്പന്നരായ ചില അവിവേകികൾ ഉണ്ടാകും. നല്ല പൈസ ഉണ്ട്, പൂത്ത പണം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ പുതുപ്പണക്ക് ആരും ആവാം. അങ്ങനെ പണമുള്ള ആളുകൾ കാണിക്കുന്ന അവിവേകം, അത് കണ്ടിട്ട് പണമില്ലാത്തവർ അന്ധമായി അതിനെ അനുകരിച്ചിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രാട്ടിത്തരങ്ങളുണ്ട്. ഈ രീതിയിലൊക്കെ ഏത് നിലക്ക് സമ്പത്ത് പാഴാക്കിയാലും അതൊക്കെ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള, വെറുത്തിട്ടുള്ള കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് വലാ തജ്അൽ യദക മഅലൂലതൻ ഇലാ ഉൻഖിക വലാ തബ്സുതുഹാ കുല്ലൽ ബസ്തി ഫതഖഉദ് മലൂമൻ മഹ്സൂറ. നിന്റെ കൈകളെ നീ പരടിയിലേക്ക് കെട്ടരുത്. ഒന്നും കൊടുക്കൂല, ഇറുക്കി പിടിക്കുന്ന മനുഷ്യന്മാര്, അറുത്ത കൈ, അറ്റ കൈക്ക് ഉപ്പ് താക്കാത്തവർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ആ രീതിയിൽ നിങ്ങൾ ആകാൻ പാടില്ല. വലാ തബ്സുതുഹാ കുല്ലൽ ബസ്തി. ചിലരെ കുറിച്ച് നമ്മൾ പറയും അയാളെ കയ്യിൽ ഓട്ടയാ, ഈ കിട്ടുന്നതൊക്കെ എഴുതിയാ പോണത് എന്നറിയില്ല. നമ്മളൊരു സുഹൃത്തിനെ കുറിച്ച് പറയാണ്ട്, ശമ്പളം കിട്ടിയിട്ട് നാട്ടിലേക്ക് വരുമ്പോ വഴിയിൽ ഇയാളെ 3-4 ആൾക്കാർ കാത്തിക്കും. അത് ഇഷ്ടംപോലെ കടലൊരു മനുഷ്യനാണ്. പക്ഷെ ഈ 3-4 ആൾക്കാർ വന്നിട്ട് ഇയാളോട് പറയും ഭയങ്കര പ്രയാസമാണ് മോനെ, കുറച്ച് പൈസ തരും. ഈ 4 ആൾക്കാർക്കും ഇയാളെ ശമ്പളം ഇയാളാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ആ രീതിയിലുള്ള മനുഷ്യന്മാരുണ്ട്. സഹായിക്കണ്ട, മറ്റുള്ളവരെ പരിഗണിക്കേണ്ട എന്നൊന്നും അല്ല ഈ പറയുന്നത്. പക്ഷെ വലാ തബ്സുതുഹാ കുല്ലൽ ബസ്തി, കൈ അങ്ങോട്ട് അയച്ചിടുക, ഓട്ടക്കൈ എന്ന രൂപത്തിലാകാൻ പാടില്ല. ഫതഖഉദ് മലൂമൻ മഹ്സൂറ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ നിന്നേരും കഷ്ടപ്പെടുന്നവരും ആയി മാറും. ഇതൊക്കെ ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാടാണ്. കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കണമെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. നിങ്ങളുടെ ഭാര്യയുടെ വായിൽ നിങ്ങൾ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളച്ചോറ്, അതിന് പോലും നിങ്ങൾക്ക് പുണ്യമുണ്ട്. അതെന്താ? ഒരു മനുഷ്യന്റെ ബാധ്യതയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഊട്ടുക എന്നുള്ളത്, അദ്ദേഹത്തിന്റെ മക്കൾക്ക് ഫുഡ് നൽകുക എന്നുള്ളത്. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ കാണിക്കുന്ന അക്രമം, ഉദാഹരണത്തിന് ഇപ്പോ കടം വാങ്ങിയിട്ട് തിന്നാൻ കൊടുക്കുക. ഇയാൾ അധ്വാനിച്ചിട്ടാണ് കൊടുക്കേണ്ടത്, പക്ഷെ ഇയാൾക്ക് സാധിക്കാത്ത ഒന്ന് കൊടുക്കാത്തതിന്റെ പേരിൽ അള്ളാഹു ഇദ്ദേഹത്തെ പരലോകത്ത് ചോദ്യം ചെയ്യോ? ചോദ്യം ചെയ്യൂല. അള്ളാഹുന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ സൂറത്തുൽ തലാഖിലെ 6-ാമത്തെ ആയത്തിലൂടെ നിങ്ങൾക്ക് കഴിവിൽപ്പെട്ട കാര്യത്തിൽ, അഥവാ നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അതുപോലെയുള്ള ഇടങ്ങളിൽ നിങ്ങൾ അവരെയും താമസിപ്പിക്കുക. നിങ്ങൾക്ക് എന്താണുള്ളത് അതിന്റെ ഒരു ഓഹരി നിങ്ങൾ അവർക്കും കൊടുക്കുക, നിങ്ങളുടെ കഴിവിൽപ്പെട്ടത്. ഇനി അതിന് തൊട്ടടുത്ത ആയത്തിൽ 7-ാമത്തെ ആയത്തിൽ പറയുന്നു കഴിവുള്ള ആളുകൾ, വിശദമായി കൊടുക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ കൊടുക്കട്ടെ. ഇഷ്ടം പോലെ ഉണ്ട് എങ്കിൽ അവരങ്ങനെ ചെയ്തോട്ടെ. ഇനി ഒരാൾക്ക് അള്ളാഹു ഇടുങ്ങിയതായിട്ടാണ് സമ്പത്ത് കൊടുത്തിട്ടുള്ളത്, കുറച്ചേ ഉള്ളൂ, അങ്ങനെ വിശദമായിട്ട് കൊടുക്കാൻ മാത്രം അയാൾക്ക് ഇല്ലെങ്കിലോ അയാൾക്ക് ഉള്ളതിൽ നിന്ന് അയാൾ കൊടുക്കട്ടെ. അള്ളാഹുക്ക് എന്താണ് കൊടുത്ത ഇതിന് ഓഹരി കൊടുത്താൽ മതി. എന്നിട്ട് അള്ളാഹു പറയുന്നത് അള്ളാഹു അയാൾക്ക് നൽകിയതിനെ കുറിച്ചല്ലാതെ അള്ളാഹു അയാളുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടില്ല. നമുക്കറിയാം സൂറത്തുൽ ബഖറ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. മനുഷ്യന്റെ കഴിവിൽപ്പെട്ടത് അല്ലാതെ അള്ളാഹു മനുഷ്യനെ കൽപ്പിക്കുകയില്ല. നമ്മളെ കഴിവിൽപ്പെട്ടതേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ, അതിനപ്പുറത്തുള്ളത്. ഇപ്പൊ നമുക്കറിയാം കടം വാങ്ങി തിന്നാന്ന് പറയുന്ന ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതൊരു ശീലമാണ്. കടം വാങ്ങുമ്പോ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്, അടിസ്ഥാനപരമായി നമ്മൾ ഒരാളോട് 5,000 രൂപ കടം വാങ്ങുകയാണെങ്കിൽ ഇത് എങ്ങനെ കൊടുക്കുന്ന കണ്ടിട്ടേ ഒരാൾ കടം വാങ്ങാൻ പാടുള്ളൂ. ഇന്ന് കടം വാങ്ങുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്ത തന്നെയല്ല. അത് ഓനോട് വാങ്ങിയിട്ട് അത് ചെയ്യാം, പിന്നെ ഓന് കൊടുക്കലോ, അത് ഓൻ തിരിച്ചു വെക്കുക, അപ്പൊ ആലോചിക്കാം. അത് എവിടുന്ന് അത് ആലോചിക്കാറില്ല. എന്നിട്ട് ഇവൻ കടം വാങ്ങി മൂക്കറ്റൻ കടത്തിൽ നിന്ന് ഇവൻ മരിച്ചു പോവുക. മയ്യത്ത് നിസ്കരിക്കുന്ന നേരത്തിന്റെ ഒരു വർത്താനം നമുക്കെല്ലാവർക്കും വരാനുള്ളതാണ്. ഓന് വാക്കുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു കൊടുക്കണം. അപ്പൊ തന്നെ ആൾക്കാരെ ഉള്ളില് ഓനൊക്കെ അന്ന് നോക്കണ്ടീനി എന്നുള്ളൊരു മുറുമുറുപ്പ് അപ്പൊ തന്നെ മനസ്സിലുണ്ടാവും ചിലരെ കുറിച്ച്. അള്ളാഹ് കാക്കട്ടെ നമ്മളൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് 2-ാമത്തെ ഒരു വർത്താനുണ്ട്. എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഇടപാടുണ്ടെങ്കിൽ മകൻ പിന്നെ മൊയ്തീനോ അല്ലെങ്കിൽ ജാഫറോ ഏതെങ്കിലും ഒരുത്തന്റെ പേര് പറയും. അപ്പൊ ബാക്കിൽ നിന്ന് ചിലപ്പോൾ പറയും ഓൻ തരാനുള്ളത് ഓൻ തന്നാ മതി. ഓൻ തന്നെ മകൻ തന്നെ കൊടുക്കാനുള്ളത് ഓൻ കൊടുക്കുന്നില്ല. എന്നിട്ട് മകൻ വാപ്പാന്റെ കട ഏറ്റെടുക്കുന്നത് പറച്ചിലും അടയ്ക്കലും കഴിഞ്ഞു.
സത്യത്തിൽ നമ്മൾ മറ്റുള്ളവർ ആർക്ക് വേണ്ടിയായിരിക്കട്ടെ, നമ്മൾ കടം വാങ്ങി അവരെ ഊട്ടിയാൽ അവർക്ക് തിന്നാളും അവര് തിന്നു. ചോദ്യം ചെയ്യപ്പെടുന്ന ആരാ? നീ വാങ്ങിയവനാ. ആർക്കാണോ കടന്നത് അവനാണ് അതിന്റെ ഉത്തരവാദിത്വം. അള്ളാന്റെ റസൂൽ പറഞ്ഞെന്താ? നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ കൽപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ആർഭാടത്തിന് വേണ്ടി, അതേപോലെ തന്നെ ഇതേപോലെയുള്ള അലങ്കാരങ്ങൾക്ക് വേണ്ടി, ഫുഡിന് മോടി കൂട്ടാൻ വേണ്ടി, അതിന്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒക്കെ നമ്മൾ ഫംഗ്ഷൻ ഗംഭീരമാക്കാൻ വേണ്ടി, കളറാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ചെയ്യുന്ന ഏർപ്പാടുണ്ടല്ലോ, ഇതിനൊക്കെ ചോദ്യം ചെയ്യപ്പെടുക നമ്മളാണ് എന്നുള്ള ബോധം അടിസ്ഥാനപ്പെടുക. ആ സാമ്പത്തിക രംഗത്തുള്ള ഒരു അച്ചടക്കം കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. കാരണം പിന്നീട് ഖുർആനിലെ വിഷയം ഇപ്പൊ പ്രയാസാണെങ്കിലും എളുപ്പമുള്ള ഒരു സമയം വരാണ്ട്, അതുവരേക്കും നിങ്ങൾ കാത്തിരിക്കുക. ഇപ്പൊ തന്നെ വരാ ഇൻസ്റ്റാൾമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ച പരിപാടി ഉണ്ടല്ലോ, 5 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് അനുഭവിക്കേണ്ട ഒരു സാധനം ഇപ്പൊ തന്നെ ഞാൻ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. ഇത് തരാനും നമ്മളെ മാടി വിളിക്കാനും ആകർഷിക്കാനും ഒക്കെ ഒരു ക്ലിക്കില് എത്ര വേണമെങ്കിലും ലോണ്. പലിശമാരും ശ്രദ്ധിക്കാറ് പോലും ഇല്ല. ഒരു ഡോക്യുമെന്റ്സും കൊടുക്കണ്ട, പൈസ ഇങ്ങോട്ട് കൊണ്ടുതരും. ഇത് തരാനും നമ്മളെ നമുക്കിത് എന്ത് വേണമെങ്കിലും നമുക്ക് തരാനും ആൾക്കാർ റെഡിയാണ്. പകുതി പൈസ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഒരു പൈസ കൊടുക്കേണ്ടി വരില്ല. ഒരു കോള് മതി, അല്ലെങ്കിൽ കോൾ ഇങ്ങോട്ട് വരും, എസ് മൂളി കൊടുത്താൽ മതി. ഇതൊന്നും നമ്മളെ സഹായിക്കാനല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവസാനം കുടുങ്ങുന്ന നേരത്താണ് കുടുംബം ഒന്നായിട്ട് മരിക്കേണ്ടി വരുന്ന ദുരവസ്ഥ പലയിടങ്ങളിലും സംഭവിക്കുന്നത്. കൂട്ടാത്മഹത്യകൾ പണ്ടൊന്നും വാർത്തയായിരുന്നില്ല, അങ്ങനത്തെ അപൂർവമായി കേട്ടിരുന്ന ഒന്നാണ്. ഇന്നിപ്പോ കൂട്ടാത്മഹത്യകൾ, കുടുംബം ഒന്നാകെ ആത്മഹത്യ. കാരണം എന്താ? കടത്തിൽ മുങ്ങിയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കുടുംബം അത് മുങ്ങിപ്പോയി, ഒരു രക്ഷയില്ല, ഒന്നും കൊടുക്കാനില്ല. പിന്നെന്താ ചെയ്യാം? നാട് വിട്ടാലൊന്നും ഒരു രക്ഷയിൽ. അവസാനം ഇവര് ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ദുരന്തത്തിലേക്ക് മനുഷ്യർ എത്തിപ്പെടുന്നത് ഈ ആർത്തിയുടെ പിന്നാലെ പോയത് കൊണ്ടാണ്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കുക എന്നതാണ് ഇസ്ലാം ഇവിടെയൊക്കെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത് അത് നമ്മുടെ അമാനത്താണ്. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ്. ആമീനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾ വിശ്വസിക്കുക. അള്ളാഹു നിങ്ങൾക്ക് പിന്തുടർച്ചാവകാശമായി നൽകിയിരിക്കുന്ന സമ്പത്ത് നിങ്ങൾ അതിനോട് നിങ്ങൾ മിതമായ ഒരു നിലപാട് സ്വീകരിക്കാം. പലതിന് ആവനുമേക്കും ആംഫക്കുലകുമചരൻ കബീറ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല നിലയ്ക്ക് ചെലവഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനൊരിക്കൽ നല്ല പ്രതിഫലം ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വചനം 3 അസ്സംതു അൽ ഹസൻ, നല്ല മാർഗം സ്വീകരിക്കൽ, വത്തുഅദ സാവകാശം കാണിക്കൽ, വൽ ഇഖ്തിസാദു മിതത്വം കാണിക്കൽ. ഇത് മൂന്നും സന്മാർഗത്തിൽ നല്ല മാർഗത്തിൽ ജീവിക്കൽ, എല്ലാത്തിനും ഒരു അവധാനത കാണിക്കൽ, ഒരു സാവകാശം കാണിക്കൽ, മൂന്നാമത്തേത് മിതത്വം കാണിക്കൽ. ഇത് മൂന്നും ജുസുഉം മിൻ 24 ജുസുഅ മിൻ നുബുവ, നുബുവത്തിന്റെ പ്രവാചകത്വത്തിന്റെ 24 അംശങ്ങളിൽപ്പെട്ട ഒന്നാണ്. അത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് ഇഖ്തിസാദിനെ അഥവാ സാമ്പത്തിക മിതത്വത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോ അതിൽ ഉണ്ടായിരിക്കേണ്ട സംശയങ്ങൾ നമ്മൾ ക്ലാരിഫൈ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലബിസ സൗബ ശുഹറത്തിൻ അൽബസഹുല്ലാഹു അൽയൗമൽ ഖിയാമത്തി സൗബൻ മിസ്ലഹു. ശുഹറത്തിന് വേണ്ടി ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ജാട കാണിക്കാൻ വേണ്ടി ഒരാൾ ഒരു വസ്ത്രം ധരിച്ചാൽ അള്ളാഹു പരലോകത്ത് അയാൾ അത് ധരിപ്പിക്കും. എങ്ങനെ? സൗബത്ത മദല്ലത്തിൻ, നിന്ദ്യതയുടെ വസ്ത്രം. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഇല്ലാത്ത സമ്പത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ജാട കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പരലോകത്ത് പകരമായി നൽകുക നിന്ദ്യതയാണ്. എന്നാൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കേണ്ട എന്നുള്ളതാണോ? അല്ല. പഠിപ്പിച്ചു ഹൃദയത്തിൽ അണുത്തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ല റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഇന്ന റജുൽ യുഹിബ്ബാൻ യകൂന സൗബഹു ഹസനം വനഹലഹു ഹസനം, ഒരാൾ തന്റെ ചെരുപ്പ് നന്നാവണം, ഡ്രസ്സ് നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നത് അഹങ്കാരത്തിൽപ്പെട്ടതാണോ? റസൂലുള്ളാഹിന്റെ മറുപടി, ഇന്നല്ലാഹ ജമീലൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അൽ കിബ്റു, അഹങ്കാരം എന്നത് ബത്റുൽ ഹഖ് വ അംതുൻ നാസ്, സത്യത്തെ തള്ളിക്കളയലും ജനങ്ങളെ നിന്ദിക്കലുമാണ്. അതുകൊണ്ട് ഒരു നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതല്ല, പക്ഷെ അതിന്റെ പേരിൽ പൊങ്ങച്ചവും ജാടയും കാണിക്കുന്നതാണ് മതം തെറ്റായി കാണുന്നത് എന്ന് വിശദീകരിച്ചു. ഇനി വീട്ടിലുള്ള നേരത്തെ പറഞ്ഞ പോലെയുള്ള ഗൃഹനാഥൻ, കുടുംബനാഥൻ വളരെ പിശുക്കനാണെങ്കിൽ അല്ലാഹു റസൂൽ പഠിപ്പിച്ചു, ഹിന്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ആ പിതൃവിന്റെ കരൾ കടിച്ചു തുപ്പിയ ഹിന്ദ് റളിയല്ലാഹു അൻഹ പിന്നീട് അവർ ഇസ്ലാമൊന്നും സ്വീകരിച്ചു. അവർ ഇസ്ലാമിലേക്ക് അതിനുശേഷം ഒരു സംഭവമാണ്. അബൂ സുഫിയാന്റെ ഭാര്യയാണല്ലോ ഹിന്ദ്. അബൂ സുഫിയാൻ പിസ്കനായിരുന്ന ഒന്നും കൊടുക്കൂലായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് വന്നിട്ട് ചോദിക്കാണ്, ഇന്ന അബൂ സുഫിയാൻ റജുലൻ സഹീഹുൻ, മഹാപിഷ്കനാണ് അബൂ സുഫിയാൻ. ഫഹ്താജ അൻ ആഖുദ മിൻ മാലിഹി, എനിക്കും എന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് കുറച്ച് എടുക്കല്ലാതെ, ചോദിച്ചാൽ തരൂല, എടുക്കല്ലാതെ ഒരു വഴിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഖുദി മാ യക്ഫീകി വവലദകി ബിൽ മഅറൂഫി, നിങ്ങൾക്കും മക്കൾക്കും സാധാരണ നിലക്ക് ഒരു ആവറേജ് ലൈഫ് കൊണ്ടുപോകാനുള്ള അത്യാവശ്യത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെർമിഷൻ കൊടുക്കണം. അപ്പം അത് ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്. അതിൽ പിശുക്ക് കാണിക്കാതിരിക്കുക, ആവശ്യത്തിന് കൊടുക്കുക. അതിനുപോലും പിശുക്ക് കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വരാനും പാടില്ല. ഇന്ന് നമ്മൾ മാത്രം നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് ഒരു ബജറ്റ്, ഒരു കുടുംബ ബജറ്റ്. അത് ഒന്നിച്ചിരുന്നിട്ട് വരവും ചെലവും തമ്മിൽ പൊരുത്തപ്പെട്ട് പോകണം. ഒരു മാസത്തിൽ കിട്ടുന്നത് എത്ര, നമുക്കൊരു മാസത്തിലുള്ള ചെലവ് എത്ര, ഇത് ഉപ്പ മാത്രം മനസ്സിലാക്കിയാൽ പോരാ. കുടുംബത്തിലെ മക്കളും അറിയണം ഉപ്പാക്ക് കിട്ടുന്നത് ഇത്രയാണ്. മക്കളെ കൂടി അത് പഠിപ്പിക്കണം. അതിനനുസരിച്ച് വരവിനനുസരിച്ച് ചെലവാക്കുക എന്ന് പറഞ്ഞ ഒരു രീതി ഉണ്ടല്ലോ, അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. പുതിയ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ പറയുന്നത് ഈ നീക്കിയിരുപ്പ് അഥവാ നമ്മൾക്കിപ്പോ മൊത്തം ഒരു മാസത്തിൽ കിട്ടുന്നതിന്റെ 80% കഴിക്കുക, 20% മാറ്റിവെക്കാൻ സാധിക്കണം എന്നാണ്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ എടുക്കാവുന്ന രീതിയിൽ മാറ്റിവെക്കാവുന്ന ഒരു 20%. അപ്പൊ 80% കൊണ്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അയാൾക്ക് മാക്സിമം, അയാൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 80% കൊണ്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് ശരിക്കും അതിനെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുള്ള ഒരു ഫാമിലി എന്ന് പറയുന്നത്. ഇന്ന് ആഡംബരവും ആവശ്യവും തമ്മിലുള്ള വ്യത്യാസം പോലും പല ആളുകൾക്കും അറിയില്ല. എന്തിനാ വാങ്ങുന്നത്, അങ്ങോട്ട് വാങ്ങുന്നത്, ആഡംബരമാണോ ആവശ്യമാണോ എന്ന് തിരിച്ചറിയാത്ത രീതിയാണ് പലപ്പോഴും ആളുകൾ പെരുമാറുന്നത്. നമ്മൾ മാത്രം ഇത് മനസ്സിലാക്കിയ പോലെ കുട്ടികളെയും കൃത്യമായി മിതവ്യയം ശീലിപ്പിക്കണം, പിശുക്കിനെ നിരുത്സാഹപ്പെടുത്തണം, അതേപോലെ തന്നെ ദാനം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം. യാചനക്ക് ഒരിക്കലും അവസരം കൊടുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ യാചിച്ചു വന്ന ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്ക്. അയാൾ പോയി നോക്കിയപ്പോ ഒരു തോൽപാത്രവും വേറെന്തോ ചെറിയൊരു സാധനം കിട്ടി. അത് രണ്ടും വിറ്റ് വരാൻ പറഞ്ഞ് വിറ്റപ്പോ അയാൾക്ക് 2 ദീനാറ് കിട്ടി. 1 ദീനാറിന് ഫുഡ് വാങ്ങിയിട്ട് പരിക്കാർക്ക് കൊടുക്കാൻ പറഞ്ഞ് മറ്റേ ദീനാറിന് ഒരു മഴു വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. ഈ മഴുവായിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. ആ മഴുവിന് റസൂലുള്ള ഒരു പിടിയിട്ട് കൊടുത്ത് ഒരു കോടാലിയാക്കി മാറ്റി. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഇനി കാട്ടിൽ പോയിട്ട് വിറക് വെട്ടിയിട്ട് 15 ദിവസം കഴിഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നാൽ മതിയാണ്. അങ്ങനെ അയാൾ നിരന്തരമായി വിറക് വെട്ടിയും വിറ്റും 15 ദിവസം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നപ്പോൾ അയാളുടെ കയ്യിൽ ഒരു 10ഓളം ദീനാറ് ബാക്കിയുണ്ടായിരുന്നു. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇരിക്കുന്ന ഇരിപ്പിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നാണ് പഠിപ്പിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായി ഇതിനു വേണ്ടി മാത്രം നടക്കുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. നമ്മുടെ എ പി അബ്ദുൽ ഖാദർ കഥ പറയാറുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് അയാളുടെ ഒരു ഗോപ്യ ഭാഗത്തുള്ള പ്രയാസം കാണിച്ചിട്ട് പിരിവ് നടത്തിയിരുന്ന ഒരു മനുഷ്യൻ. അപ്പൊ അയാളോട് ഒരാള് പറഞ്ഞ്, ഇത് ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇപ്പോ ഇത് നമുക്ക് ശരിയാക്കാൻ പറ്റും, അങ്ങനെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം, ഇതിപ്പോ ചികിത്സിച്ച് ഓപ്പറേഷൻ നടത്തി മാറ്റിക്കൊണ്ട് വെച്ചു. അപ്പൊ അയാൾ പറഞ്ഞ്, മാറ്റിയാ പിന്നെ ഞാനിങ്ങനെ ജീവിക്കുക. അപ്പൊ ഈ പോരായ്മ കൊണ്ട് നടക്കൽ ഒരു അലങ്കാരമാക്കി ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന ആളുകൾ ശരിക്കും മനസ്സിലാക്കണം. പരലോകത്ത് അവർക്ക് അത് വലിയ പ്രയാസകരമായിരിക്കും, നാശകരമായിരിക്കും ഇത്തരം സംഗതികൾ എന്നുള്ളത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൃത്യമായ കാര്യങ്ങൾ, പരസ്പരം സഹകരിക്കുക, കരുണ കാണിക്കുക, സ്നേഹിക്കുക, അതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമായി മാറാൻ പാടില്ല. ഞാൻ ജീവിക്കുന്നത് എന്റെ അധ്വാനം കൊണ്ടാണ് എന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു തന്റേടം. ഇന്ന് ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ പിടിയിൽപ്പെട്ടിട്ട് ബാങ്കുകളിൽ നീ പറഞ്ഞ പോലെയുള്ള കടം വാങ്ങല്, പലിശ ഭുജിക്കല്, തട്ടിപ്പിന് ഇരയാവല്, എല്ലാ തട്ടിപ്പിനും നമ്മൾ ആളുകൾ ചെന്ന് നിരന്തരം തട്ടിപ്പുകൾ. പകുതി കൊടുത്താൽ മതി, ഒന്നും കൊടുക്കണ്ട. അതിലൊക്കെ എത്ര വാർത്തകൾ പിന്നെയും വന്നാലും ഒരു കൂസലില്ല. പറ്റിക്കപ്പെടാൻ മലയാളി ഇനിയും റെഡിയാണ് എന്ന് പറഞ്ഞ് ഉള്ളതൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. ആര് ചോദിച്ചാലും വിവേകം, ബുദ്ധി അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ, അത് വാഷിംഗ് മെഷീൻ ആയാലും ബൈക്കായാലും കിറ്റായാലും തയ്യൽ മെഷീൻ ആയാലും ലാപ്ടോപ്പ് ആയാലും എന്തിനും കൊണ്ടു കൊടുക്കുന്ന രീതിയിൽ ചതിയിൽപ്പെടുന്ന ഒരു അവസ്ഥ. നമ്മുടെ സമ്പത്ത്
വിവേകമില്ലാത്തവർക്ക് കൈകാര്യം ചെയ്യാൻ കൊടുക്കുക എന്ന അബദ്ധത്തിലേക്ക് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ചെന്ന് ചാടാൻ പാടില്ല. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്തിനെ കുറിച്ച് നാളെ പരലോകത്ത് മിൻ ഐനൈക തസബ വഫീമ അൻഫക, എവിടുന്നാണ് ഉണ്ടാക്കിയത്, എന്തിനാണ് ചെലവാക്കിയത്, ഇത് രണ്ടും ചോദിക്കപ്പെട്ടിട്ട് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ഒരു വിശ്വാസിക്ക് കാലനക്കാൻ പറ്റുകയുള്ളൂ. ആ പരലോകത്തെ രക്ഷപ്പെടുവാൻ സാമ്പത്തിക രംഗത്ത് കൂടി സൂക്ഷ്മതയും അച്ചടക്കവും മിതവ്യയവും എന്നാൽ പിശുക്കില്ലാത്ത അവസ്ഥയും അങ്ങനത്തെ ഒരു നിലപാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ മക്കളെ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ അത് നമ്മൾ കൃത്യമായി പഠിപ്പിക്കുക. അവർക്കും ആ ബോധം വേണം. ഉപ്പത് എങ്ങനെ ഉണ്ടാക്കുന്നതാണ്, എവിടുന്ന് ഉണ്ടാക്കുന്നതാണ്, പോക്കറ്റ് മണി എങ്ങനെ കിട്ടുന്നതാണ് എന്ന് മക്കളെ നമ്മൾ പഠിപ്പിക്കുവാൻ വേണ്ടി തയ്യാറാവുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകും. അൽഹംദുലില്ലാഹി വാഹിദിൽ ഖഹാർ അസീസുൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹു കാഫത്തൽ നാസ് തബ്ശീർ വൽ ഇൻദാർ വഅലാ ആലിഹി വസഹ്ബിഹി അബ്റാർ വഅലാ അസ്ഹാബിഹി അസ്ഫിയാ അൽഖിയാർ മാദാമൽ സമാവാതി വൽ അർദി മാ തഅഖുതു മാതൽ ഇൻദാർ മാദി തഖല്ലാ വിശ്വാസികൾ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ പറ്റി നിർദ്ദേശിക്കും. കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുടുംബത്തിന്റെ ബാധ്യത പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്കല്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പല കുട്ടികളും സ്വന്തം കാലിൽ നിന്നതിന് ശേഷം ഞാൻ കല്യാണം കഴിക്കൊള്ളൂ, എനിക്കൊരു ജോലി ആവട്ടെ, എനിക്ക് സ്വന്തമായിട്ടൊരു ഇൻകം കിട്ടട്ടെ, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയിൽ നിന്ന് ഞാൻ ഉയരട്ടെ, ഈ ചിന്ത തെറ്റൊന്നുമല്ല. അങ്ങനെ അവള് പഠിച്ചോട്ടെ, നല്ല ലെവലിലേക്ക് അവൾ എത്തിക്കോട്ടെ. പക്ഷെ അതിന് വേണ്ടി 22, 23, 24, 25, 28 വയസ്സായിട്ടും ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുമെന്ന് വാശി പിടിച്ച് നിൽക്കുന്ന ഒരു നിലപാട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ദുരന്തം. അതുകൊണ്ട് അവർക്ക് തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലൈഫില് 20 മുതൽ 30 വയസ്സ് വരെയുള്ള കാലമാണ് ഒരു പെൺകുട്ടിയുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. ഏറ്റവും നന്നായിട്ട് അവൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഈ 20-30 അതിനടുക്കുള്ള ഒരു ടൈമാണ്. അതിലെ പ്രധാന ഭാഗം ഒരു 30 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ പിന്നെ അവൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാകും. അത് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടാൽ ഇത്തരം ഡോക്ടേഴ്സ് വിശദീകരിക്കുന്ന ക്ലാസ്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഉൾക്കൊള്ളാതെയാണ് ഈ പുതിയ തലമുറയിൽപ്പെട്ട നമ്മുടെ മക്കൾ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത്. അവര് സമ്പാദിച്ചോട്ടെ, ചെയ്തോട്ടെ, അതൊന്നും ഒരു തെറ്റില്ല, പഠിക്കട്ടെ, ഏത് ലെവലിലേക്കും എത്തിക്കോട്ടെ. പക്ഷെ അതിനു വേണ്ടി ലൈഫിലെ ഏറ്റവും മനോഹരമായ സമയത്തെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല എന്നുകൂടി ഇത്തരം കുട്ടികൾ മനസ്സിലാക്കണം. ഏതായാലും കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാനും അള്ളാഹുവിന്റെ അനുഗ്രഹം അനുഭവിക്കുവാനും നാം പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ